ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് width of top portion of a 52 kg flat footed rail. ഒരു 52 kg flat footed railന്റെ top width എന്താണ്, എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ 69.85 mm, 63.50 mm, 67 mm and 136.52 mm. ഓക്കെ, എന്താണ് ഡയമെൻഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു 52 kg ഫ്ലാറ്റ് ഫുട്ടഡ് റെയിലിന്റെ ടോപ്പ് വിഡ്ത്ത് എത്രയാണ്? ആൻസർ എന്താണ്? 67 mm ആണ് നമ്മൾ ഒരു 52 kg ഫ്ലാറ്റ് ഫുട്ടഡ് റെയിലിന്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഒരു 52 kg ഫ്ലാറ്റ് ഫുട്ടഡ് റെയിൽസ് ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 67 mm ആണ്. അതിൻ്റെ ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് 137 mm ആണ്. ടോപ്പ് വിഡ്ത്ത് 67 mm, ബോട്ടം വിഡ്ത്ത് 37 mm. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 156 mm ആണ്. ഓക്കെ, അതിൻ്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 156 mm ആണ്. ഇതിൻ്റെ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഒരു 52 kg ഫ്ലാറ്റ് ഫുട്ടഡ് റെയിലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 6615 mm സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ് ഒരു 52 kg ഫ്ലാറ്റ് ഫുട്ടഡ് റെയിലിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്. ഒരു 60 kg ഫ്ലാറ്റ് ഫുട്ടഡ് റെയിൽ ആണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അതിന്റെ ടോപ്പ് വിഡ്ത്ത്, അതുപോലെ തന്നെ ബോട്ടം വിഡ്ത്ത്, അതുപോലെ തന്നെ അതിന്റെ ഓവറോൾ ഡെപ്ത്, പിന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണ്, എന്താണ് ഒരു 60 kg റെയിലിന്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് 74.3 mm. ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് 150 mm. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 172 mm. അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 7686 mm സ്ക്വയർ. ഓക്കെ, എന്താണ് ഒരു 52 kg റെയിലും ഉണ്ട്, 60 kg ഉണ്ട്, ഫ്ലാറ്റ് ഫുട്ടഡ് റെയിലാണ്. അതിന്റെ ടോപ്പ് വിഡ്ത്ത്, ബോട്ടം വിഡ്ത്ത്, ഡെപ്ത്, ക്രോസ് സെക്ഷണൽ ഏരിയ ഏത് വേണം നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരുന്നത് എന്താണ്? ഒരു ടോപ്പ് വിഡ്ത്ത് ഓഫ് എ 52 kg ഫ്ലാറ്റ് ഫുട്ടഡ് റെയിലാണ് നമുക്ക് ചോദിച്ചിരുന്നത്. എത്രയാണ്? 67 mm. Bottom width is 137 mm. Depth is 156 mm and the cross sectional area is 6615 mm square. In case of a 60 kg rail, top width is 74.3 mm. Bottom width is 150 mm. Depth is 172 mm and cross sectional area is 7686 mm square. First question, adanu. Option C is the correct answer. Second question, calculate the number of sleepers required for 1 kilometer railway track if sleeper density is m plus 4 for a broad gauge and the length of one rail for a broad gauge length is 13 meter. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു റെയിൽവേ ട്രാക്ക്, ഒരു കിലോമീറ്റർ ലെങ്ത് ഉള്ള റെയിൽവേ ട്രാക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വരുന്ന നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് എത്രയായിരിക്കും? സ്ലീപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, m+13 ആണ്. ബ്രോഡ് ഗേജ് തന്നിട്ടുണ്ട്. ബ്രോഡ് ഗേജ് തരുമ്പോൾ തന്നെ നമുക്കറിയാം ലെങ്ത് ഓഫ് വൺ റെയിൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അവിടെ 13 മീറ്റർ ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഫോർ എ ബ്രോഡ് ഗേജ് ദ ലെങ്ത് ഓഫ് വൺ റെയിൽ ഈസ് 13 മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ടോട്ടൽ ലെങ്ത് ഓഫ് റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് ഓഫ് റെയിൽവേ ട്രാക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 1 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഓഫ് റെയിൽവേ ട്രാക്ക് തന്നിരിക്കുന്നത് 1 കിലോമീറ്റർ ആണ്. സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? m+4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേർ m is the length of one rail. m എന്താണ് ഇവിടെ? ലെങ്ത് ഓഫ് വൺ റെയിൽ. അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് 13 + 4. ഓക്കെ, അപ്പൊ എത്ര കിട്ടും നമുക്ക്? 17 is our sleeper density എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ റെയിൽ ലെങ്ത് ആണ് നമ്മൾ സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? 13 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു റെയിലിൽ 17 സ്ലീപ്പേഴ്സ് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്.
അങ്ങനെയാണെങ്കിൽ 1000 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രാക്കിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാം? അതാണല്ലോ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് വിച്ച് ആർ റിക്വയർഡ് ഫോർ 1 കിലോമീറ്റർ ഓഫ് റെയിൽവേ ട്രാക്ക്. 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 മീറ്റർ. എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 13x is equals to 17 into 1000. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? 17/13 into 1000. നമുക്ക് കിട്ടുന്ന ആൻസർ 1307.7 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി വിച്ച് ഇസ് ഈക്വൽ ടു 1308. ഇത്രയും ആണ് നമ്മൾ അവിടുത്തെ സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. എന്താണ്? നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് റിക്വയർഡ് ഫോർ 1 കിലോമീറ്റർ ട്രാക്ക്. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. നമുക്ക് എന്തൊക്കെയാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? നമുക്ക് സ്ലീപ്പർ ഡെൻസിറ്റി പറഞ്ഞിട്ടുണ്ട് M+4 ആണ്. അവിടെ ബ്രോഡ് ഗേജ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. M+4ൽ M represents the length of one rail in a track. എത്രയാണ് ഫോർ എ ബ്രോഡ് ഗേജ് ട്രാക്ക്? 13 മീറ്റർ ആണ് നമ്മൾ ലെങ്ത് ഓഫ് വൺ റെയിൽ ഇൻ കേസ് ഓഫ് എ ബ്രോഡ് ഗേജ് ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സ്ലീപ്പർ ഡെൻസിറ്റി ഇൻ കേസ് ഓഫ് വൺ ലെങ്ത് അല്ലെങ്കിൽ ഒരു റെയിൽ ലെങ്തിനുള്ള സ്ലീപ്പർ ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എത്രയാണ് അത് കിട്ടിയത്? സിമ്പിൾ, 13 + 4 ചെയ്യുമ്പോൾ 17 കിട്ടി. അപ്പൊ എന്താണ് പറയുന്നത്? ഒരു 13 മീറ്റർ ലെങ്തിന് നമ്മൾ 17 സ്ലീപ്പേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒരു 1000 മീറ്റർ ലെങ്ത് ഉള്ള ട്രാക്കിൽ നമ്മൾ എത്രയായിരിക്കും അവിടെ സ്ലീപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്ര കാര്യം ഇവിടെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The grade compensation on broad gauge track on Indian Railways is. നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ് ഇൻ കേസ് ഓഫ് എ ബ്രോഡ് ഗേജ് ട്രാക്ക്? അതാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്താണ്? 0.02%, 0.03%, 0.04%, 0.06%. നമുക്കറിയാം ഗ്രേഡ് കോമ്പൻസേഷൻ ഓൺ ബ്രോഡ് ഗേജ് ട്രാക്ക് ഈസ് കാൽക്കുലേറ്റഡ് ബൈ 0.04% ആണ് അവിടുത്തെ ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഇൻ ഓർഡർ ടു അവോയ്ഡ് റെസിസ്റ്റൻസ് ബിയോണ്ട് ദി അവൈലബിൾ ഓർ ദി അലോവബിൾ ലിമിറ്റ്, ഗ്രേഡിയൻസ് ആർ റെഡ്യൂസ്ഡ് ഓൺ കർവ്സ്. കർവ്സിലുള്ള ഗ്രേഡിയൻസ് നമ്മൾ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അവിടെ ഒരു ഗ്രേഡ് കോമ്പൻസേഷൻ നടത്തും. അതിനെയാണ് നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രോഡ് ഗേജിന്റെ കേസിൽ അത് എത്രയാണ്? 0.04% ആണ്. 0.03% ഏതിന്റെ കേസിലായിരിക്കും? മീറ്റർ ഗേജിന്റെ കേസിലായിരിക്കും 0.03%. 0.02% ഏതിന്റെ കേസിലായിരിക്കും? നാരോ ഗേജിന്റെ കേസിലായിരിക്കും 0.02% ഗ്രേഡ് കോമ്പൻസേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ്? ഇൻ ഓർഡർ ടു അവോയ്ഡ് സം കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ബിയോണ്ട് ദി അവൈലബിൾ ലിമിറ്റ്. നമുക്ക് പറഞ്ഞിരിക്കുന്ന ലിമിറ്റിനേക്കാളും അവിടെ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ കർവ്സിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എത്രയാണ്? ഇൻ കേസ് ഓഫ് എ ബ്രോഡ് ഗേജ് ട്രാക്ക് ഇറ്റ് ഈസ് 0.04%, മീറ്റർ ഗേജ് ട്രാക്ക് ഇറ്റ് ഈസ് 0.03%, നാരോ ഗേജ് ഇറ്റ് ഈസ് 0.02%. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഗ്രേഡ് കോമ്പൻസേഷൻ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേറൊരു ഫോർമുല കൂടിയുണ്ട്. ഓർ ഇൻ കേസ് ഓഫ് എ ബ്രോഡ് ഗേജ് ട്രാക്ക് ഇറ്റ് ഈസ് 70/r. ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രേഡ് കോമ്പൻസേഷൻ കണ്ടുപിടിക്കാം. വെർ r is the radius of the curve. മീറ്റർ ഗേജിന്റെ കേസിലാണെങ്കിൽ 0.03% or 52.5/r. 70/r, 52.5/r. or നാരോ ഗേജിന്റെ കേസിൽ ഇറ്റ് ഈസ് 0.02% or 35/r. ഓക്കെ, അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്രേഡ് കോമ്പൻസേഷൻ ഓഫ് ബ്രോഡ് ഗേജ് ട്രാക്ക് ഓൺ ഇന്ത്യൻ റെയിൽവേസ് തന്നിരിക്കുന്ന ഓപ്ഷൻ 70/r, 52.5/r, 35/r. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് ഫോർമുലയും ഓർത്തു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. Standard width of ballast for broad gauge track in Indian Railways is kept. എന്താണ് ചോദിക്കുന്നത്? ബലാസ്റ്റിന്റെ വിഡ്ത്ത് എന്താണ്? ബലാസ്റ്റ് നമ്മൾ റെയിൽവേ ട്രാക്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്മോൾ സ്റ്റോൺ അഗ്രിഗേറ്റ്സ്, അതിനെയാണ് നമ്മൾ ബ്രോക്കൺ സ്റ്റോൺസ്, ഓക്കെ, ഇലാസ്റ്റിസിറ്റിക്കൊക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബലാസ്റ്റ്. അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എത്രയാണ്
ഇൻ കേസ് ഓഫ് എ ബ്രോഡ് ഗേജ് ട്രാക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് എ ബ്രോഡ് ഗേജ് ട്രാക്ക് ആണ് നമ്മളടുത്ത് ഇവിടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാണ് ആൻസർ? 3.35 meter. Okay, standard width of ballast in case of a broad gauge track in Indian Railways is kept 3.35 meter. മീറ്റർ ഗേജിന്റെ കേസിലാണെങ്കിൽ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് ഫോർ ഇൻ കേസ് ഓഫ് എ മീറ്റർ ഗേജ് ട്രാക്ക് ഇസ് 2.25 meter. എത്രയാണ്? 2.25 meter. ഇൻ കേസ് ഓഫ് ബ്രോഡ് ഗേജ് ഇസ് 3.35. ഇനി ഇതെന്താണ് ചോദിച്ചിരിക്കുന്നത്? വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് ആണ്. നമ്മളടുത്ത് ഡെപ്ത് ഓഫ് ബലാസ്റ്റും ചോദിക്കാം. എന്ത് ചോദിക്കാം? ഡെപ്ത് ഓഫ് ബലാസ്റ്റ് ചോദിക്കാം. അത് എത്രയായിരിക്കും? ഫോർ ബ്രോഡ് ഗേജ്, ഫോർ മീറ്റർ ഗേജ്. In case of broad gauge track, it is 20 to 25 centimeter, and in case of meter gauge, it is 15 to 20 centimeter. Depth of ballast എത്രയാണ്? In case of a broad gauge track, it is 20 to 25 centimeter, and in case of meter gauge, it is 15 to 20 centimeter. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് വാല്യൂസും ഓർത്ത് വെക്കാം. ഇതും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Degree of curve is the angle subtended at the center by a chord of. എന്താണ് ഡിഗ്രി ഓഫ് കർവ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 10 meter, 15 meter, 20 meter, 30.5 meter. എന്താണ് ഡിഗ്രി ഓഫ് കർവ്? ഇറ്റ് ഈസ് ദി ആംഗിൾ വിച്ച് ഇസ് സബ്ടെൻഡഡ് ബൈ ദ സെന്റർ ബൈ എ കോർഡ്. ഇതാണ് നമ്മൾ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രി ഓഫ് കർവ് എന്താണ്? ഒരു കോർഡ് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, ഒരു കർവ്, ഒരു കോർഡ് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ കോർഡ്. ഈ കോർഡിന്റെ ലെങ്ത് എത്രയായിരിക്കും? അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിഗ്രി ഓഫ് കർവ് ഇസ് ദി ആംഗിൾ അറ്റ് ദി സെന്റർ ബൈ എ കോർഡ് ഓഫ് 30.48 meter or 100 feet chord. ഓക്കെ, ഒരു 30.48 meter. ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 30.5. അതാണ് നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദി ഡിഗ്രി ഓഫ് കർവ് ഇസ് ദി ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദി കോർഡ് ഓഫ് ലെങ്ത് 30.48 meter or 100 feet. ഓക്കെ, ചില കേസിൽ നമ്മൾ ഈ ലെങ്ത് ഓഫ് കോർഡ് 30 മീറ്ററും എടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഗ്രി ഓഫ് കർവ് കണ്ടുപിടിക്കാനുള്ള രണ്ട് ഫോർമുലാസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഡിഗ്രി ഓഫ് കർവ് കണ്ടുപിടിക്കാനുള്ള രണ്ട് ഫോർമുലാസ് 1720/r എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്, ഓർ 1750/r എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ 1720/r വരുന്നത് എപ്പോഴാണ്? നമ്മൾ ലെങ്ത് ഓഫ് കോർഡ് 30 മീറ്റർ ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഡിഗ്രി ഓഫ് കർവിന്റെ ഫോർമുല 1720/r ആയിട്ട് കിട്ടുന്നത്. നമ്മൾ 30.48 ആണ് അവിടെ എന്തെടുക്കുന്നത്? ലെങ്ത് ഓഫ് കോർഡ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫോർമുല ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഡെഫിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഡിഗ്രി ഓഫ് കർവ്? ഇറ്റ് ഈസ് ദി ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെന്റർ ബൈ എ കോർഡ് ഓഫ് 30.5 meter or 100 feet chord. ഇത്ര ഓർത്ത് വെച്ചിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Check rails are provided on inner side of inner rails if sharpness of broad gauge curve is more than. എപ്പോഴാണ് നമ്മളവിടെ ചെക്ക് റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻ കേസ് ഓഫ് എ ബ്രോഡ് ഗേജ് കർവ്. ഓക്കെ, എത്ര ആ കർവ് ആംഗിൾ എത്രയെന്ന് കൂടുമ്പോഴായിരിക്കും നമ്മളവിടെ ചെക്ക് റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ചെക്ക് റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ചെക്ക് റെയിൽസ്? Rails which are used to guide the outer wheel flanges of the train.
നമ്മൾ ട്രെയിനിന്റെ ഔട്ടർ വീൽ ഫ്ലാഞ്ചസിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഡീറെയിൽ, ആ ട്രെയിൻ ഡീറെയിലായി പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ റൂട്ടിൽ അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ചെക്ക് റെയിൽസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻ കേസ് ഓഫ് എ ബ്രോഡ് ഗേജ് ട്രാക്ക്, ആ കർവ് എന്താണ് 8 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ അവിടെ ചെക്ക് റെയിൽസ് പ്രൊവൈഡ് ചെയ്യും. മീറ്റർ ഗേജ് ആണെങ്കിലോ അവിടെ നമ്മൾ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത് 10 ഡിഗ്രി ആയിരിക്കും. 10 ഡിഗ്രിനേക്കാളും കൂടുമ്പോഴായിരിക്കും നമ്മൾ അവിടെ ചെക്ക് റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നാരോ ഗേജിന്റെ കേസിൽ അത് 14 ഡിഗ്രിയാണ്. ഓക്കെ, എന്താണ് ചെക്ക് റെയിൽ? അപ്പോൾ ഇറ്റ് ഈസ് ദ റെയിൽസ് വിച്ച് ആർ യൂസ് ടു provide the out or which is used to guide the outer wheel flanges of the train to ensure that the train does not derail. ആ ട്രെയിൻ ഡീരെയിൽ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റെയിൽസിനെയാണ് നമ്മൾ ചെക്ക് റെയിൽസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ ചെക്ക് റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇഫ് ദ ഷാർപ്നെസ് ഓഫ് എ ബ്രോഡ് ഗേജ് കർവ് ഇസ് മോർ ദാൻ 8 ഡിഗ്രി, ഇഫ് ദ ഷാർപ്നെസ് ഓഫ് എ മീറ്റർ ഗേജ് കർവ് ഇസ് മോർ ദാൻ 10 ഡിഗ്രി, and in case of a narrow gauge if the sharpness of curve is more than 14 degree. മൂന്ന് വാല്യൂസും ഓർത്തു വെക്കാം. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. ഓക്കെ, 8 ഡിഗ്രി കർവ്. അടുത്ത ക്വസ്റ്റ്യൻ, what will be the curve lead for a 1 in 8.5 turnout taking off from a straight broad gauge track? ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? കർവ് ലീഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു സ്ട്രേറ്റ് ബ്രോഡ് ഗേജ് ട്രാക്കിൽ നിന്ന് ടേൺ ഔട്ട് വരുമ്പോൾ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കർവ് ലീഡ് എത്രയാണ്? കർവ് ലീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2GN. കർവ് ലീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 2GN. G എന്താണ്? ഇവിടുത്തെ ഗേജ് ഡിസ്റ്റൻസ് ആണ്. ഗേജ് ഡിസ്റ്റൻസ്. N is the number of crossings. ഓക്കെ, കർവ് ലീഡ് എന്താണ്? നമ്മളൊരു സ്ട്രേറ്റ് ട്രാക്കിൽ നിന്ന് നമ്മൾ ടേൺ ഔട്ട് പഠിച്ചു. ഇങ്ങനെ ഒരു ട്രാക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ ഇതിനെയാണ് നമ്മൾ കർവ് ലീഡ് എന്ന് പറയുന്നത്. അതെത്രയാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇൻ കേസ് ഓഫ് എ ബ്രോഡ് ഗേജ് ട്രാക്ക്? ഫോർമുല ഈസ് 2GN. കർവ് ലീഡ് ഈസ് ഈക്വൽസ് ടു 2GN. ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ 2 into ഗേജ് ഡിസ്റ്റൻസ് എന്താണ്? ബ്രോഡ് ഗേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 1.676 into നമ്പർ ഓഫ് ക്രോസിംഗ്സ്. ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ 8.5 ആണ് നമ്മളെ നമ്പർ ഓഫ് ക്രോസിംഗ്സ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 28.49 മീറ്റർ. ഇതാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട കർവ് ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ 28.49 is the correct answer. Formula is 2GN, where G is the gauge distance and N is the number of crossings. Okay. Another question. The grade compensation on a 4-degree curve on a broad gauge railway track is. എന്താണ് ഒരു 4-degree curve? അപ്പൊ നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ പഠിച്ചിരുന്നു. ഇൻ കേസ് ഓഫ് എ ബ്രോഡ് ഗേജ് ട്രാക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് 0.04% ആണ്. 0.04% per degree curve. 0.04% per degree curve ആണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രി ഓഫ് കർവ് എത്രയാണ്? 4 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ 0.04% ഓഫ് 4 ഡിഗ്രി കർവ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഗ്രേഡ് കോമ്പൻസേഷൻ ഫോർ എ 4 ഡിഗ്രി കർവ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 0.16%. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ നേരത്തെ ഫോർമുല പഠിച്ചു. ഓക്കെ, ഇതെന്താണ്? അതിന്റെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഗ്രേഡ് കോമ്പൻസേഷൻ ഓൺ എ 4 degree curve on a broad gauge railway track is. ക്ലിയർ ആണല്ലോ? മീറ്റർ ഗേജ് ആയിരുന്നെങ്കിൽ 0.03% ഓഫ് ഹോപ്പ് ചെയ്യേണ്ടി വന്നേനെ. ഇൻ കേസ് ഓഫ് എ നാരോ ഗേജ് ആയിരുന്നെങ്കിൽ 0.02% ഓഫ് 4 ഡിഗ്രി കർവ് ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
Which of the following is not related to theories of creep of rail? ഏത് തിയറിയാണ് നമ്മളെ ക്രീപ്പ് ഓഫ് റെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത്? വേവ് തിയറി, പെർക്കുഷൻ തിയറി, ട്രാക്ക് തിയറി, റിവേഴ്സൽ തിയറി. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു തിയറി ഓഫ് ക്രീപ്പ്. ക്രീപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ റേസ് ഒരു ലോങ്കിറ്റ്യൂഡിനൽ ഡിറക്ഷനിൽ മൂവ് ചെയ്യും. ഡിഫറെന്റ് റീസൺസ് കാരണം അതെന്ത് ചെയ്യും? ഒരു ലോങ്കിറ്റ്യൂഡിനൽ ഡിറക്ഷനിൽ നമ്മളെ ട്രെയിൻസ് മൂവ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. 3 തിയറീസ് ആണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. ആദ്യത്തേതാണ് വേവ് തിയറി. വേവ് തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ ട്രെയിനിലെ വീൽസ് കണ്ടിന്യൂസ് ആയിട്ട് ആ റേസിലൂടെ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇതാണ് എൻ്റെ ഒരു ട്രാക്ക്, ഇവിടെയാണ് എൻ്റെ ട്രെയിനിന്റെ വീലിന്റെ പൊസിഷൻ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എന്ത് സംഭവിക്കും? എൻ്റെ റെയിൽ ഒന്ന് സാഗ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സബ്സൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ട്രെയിൻ മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഇവിടെ സാഗ് ചെയ്യും. അപ്പൊ എന്താണ്? ഒരു വേവ്സ് അവിടെ ഫോം ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് വേവ് ഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ലോങ്കിറ്റ്യൂഡിനൽ ഡിറക്ഷനിൽ മൂവ്മെന്റ് ഉണ്ടാവും. അതാണ് നമ്മൾ വേവ് തിയറി പറയുന്നത്. എന്താണ് വേവ് തിയറി പറയുന്നത്? It is about wave motion which is set up by the moving of wheels. Wheels മൂവ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യണ വേവ് മോഷൻ, അതാണ് വേവ് തിയറിയിൽ പറയുന്നത്. അത് കാരണം ഉണ്ടാവുന്ന ക്രീപ്പ്. അടുത്തതാണ് പെർക്കുഷൻ തിയറി. പെർക്കുഷൻ തിയറിയിൽ എന്താണ് പറയുന്നത്? It is about the creep which is due to the impact of wheels at the rail end ahead of the joints. ഇതാണ് നമ്മൾ 2 റെയിൽസ്. ഇതാണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? ഇവിടെ ഉണ്ടാവുന്ന ഒരു സഡൻ ഇമ്പാക്ട് കാരണം ഈ റെയിൽസ് എന്ത് സംഭവിക്കും? കുറച്ച് മുന്നോട്ട് നീങ്ങും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ക്രീപ്പ് സംഭവിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പെർക്കുഷൻ തിയറിയിൽ പറയുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് ദ ക്രീപ്പ് വിച്ച് ഈസ് ഡ്യൂ ടു ദി ഇമ്പാക്ട് ഓഫ് വീൽസ്. ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് കാരണം ഉണ്ടാവുന്ന ലോഡ്. ഓക്കെ, ഇറ്റ് ഈസ് the creep which is due to the impact of wheels at the rail's end ahead of the joints. Okay, ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ റെയിലിന്റെ എൻഡ് പോർഷനിൽ, നമ്മുടെ ജോയിന്റ് കഴിഞ്ഞ് വരുന്ന റെയിലിന്റെ എൻഡ് പോർഷനിൽ ഉണ്ടാവുന്ന സഡൻ ഇമ്പാക്ട് കാരണം ഉണ്ടാവുന്ന ക്രീപ്സിനെ കുറിച്ചാണ് നമ്മൾ പെർക്കുഷൻ തിയറിയിൽ പറയുന്നത്. അടുത്തതാണ് ഡ്രാഗ് തിയറി. ഓക്കെ, ഇനി എന്ത് സംഭവിക്കാം? ചില റേസിൽ ഒരു ബാക്ക്വേർഡ് ത്രസ്റ്റ് ഉണ്ടാവാം. ഓക്കെ, ചില റെയിൽസിൽ എന്തുണ്ടാവാം? ഒരു ബാക്ക്വേർഡ് ത്രസ്റ്റ് ഉണ്ടാവാം. ബാക്കി റെയിൽസ് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഫോർവേഡ് ത്രസ്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ട്രാക്ക് തിയറി എന്താണ് പറയുന്നത്? ബാക്ക്വേർഡ് ത്രസ്റ്റ് ഓഫ് ദി ഡ്രൈവിംഗ് വീൽസ് ഓഫ് ലോക്കോമോട്ടീവ് ഹാസ് ദ ടെൻഡൻസി ടു പുഷ് ദി റെയിൽ ബാക്ക്വേർഡ്സ്. ആ വീൽസിനൊക്കെ എന്ത് സംഭവിക്കാം? ഒരു ബാക്ക്വേർഡ് ത്രസ്റ്റ് ഉണ്ടാവാം. ആ ബാക്ക്വേർഡ് ത്രസ്റ്റ് കാരണം എന്ത് സംഭവിക്കാം? റെയിൽസിനെ ബാക്കിലോട്ട് വലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. While the thrust of other wheels of the locomotive pushes the rail in the forward direction. ചില വീൽസ് എന്ത് ചെയ്യും? ഈ റേസിനെ ബാക്ക്വേർഡ്സ് ആയിട്ട് പുൾ ചെയ്യാനായിട്ട് നോക്കും. ബാക്കി വീൽസ് എന്തായിരിക്കും ചെയ്യുന്നത്? ബാക്കി റേസിനെ ഫോർവേഡ് പുഷ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. അത് കാരണം എന്ത് സംഭവിക്കാം? അവിടെ ഒരു ക്രീപ്പ് സംഭവിക്കാം. അതാണ് നമ്മൾ ഡ്രാഗ് തിയറിയിൽ പറയുന്നത്. അപ്പൊ ഈ 3 തിയറിയാണ് വിച്ച് ആർ റിലേറ്റഡ് ടു ദി ക്രീപ്പ് ഓഫ് റെയിൽസ്. Reversal theory is not related to the creep of rails. Clear ആണല്ലോ? Okay. The maximum gradient allowed on the track section is pusher gradient, momentum gradient, gradient at station and yard, ruling gradient. എന്താണ്? ഒരു സെക്ഷനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഗ്രേഡിയന്റ് ഏതാണ്? റൂളിംഗ് ഗ്രേഡിയന്റ് ആണ്. നമുക്കറിയാം, നമ്മൾ ഹൈവേയിലും പഠിക്കാറുണ്ട്. ഒരു സെക്ഷനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് അത് എപ്പോഴും എന്തായിരിക്കും? റൂളിംഗ് ഗ്രേഡിയന്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ദ സ്റ്റീപ്പസ്റ്റ് ഗ്രേഡിയന്റ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദാറ്റ് സെക്ഷൻ. ഓക്കെ, ഒരു പോയിന്റും കൂടി നമുക്ക് ഓർത്തു വെക്കാം. റൂളിംഗ് ഗ്രേഡിയന്റ് ഇൻ കേസ് ഓഫ് പ്ലെയിൻ ടെറൈൻ. ഒരു പ്ലെയിൻ ടെറൈന്റെ കേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് 1 in 150 to 1 in 200 ആണ്.
എത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട റൂളിംഗ് ഗ്രേഡിയന്റ്? ഇൻ കേസ് ഓഫ് എ പ്ലെയിൻ ടെറൈൻ ഇറ്റ് ഈസ് 1 in 150 to 1 in 200. In case of hilly regions, in case of hilly terrain, എത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 1 in 100 to 1 in 150. ഓക്കെ, ഇൻ പ്ലെയിൻ ടെറൈൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട റൂളിംഗ് ഗ്രേഡിയന്റ് ഈസ് 1 in 150 to 1 in 200, ആൻഡ് ഇൻ കേസ് ഓഫ് എ ഹില്ലി ടെറൈൻ ഇറ്റ് ഈസ് 1 in 100 to 1 in 150. ഈ രണ്ട് കാര്യം കൂടി ഓർത്തു വെക്കാം. ഇൻ കേസ് ഓഫ് എ റൂളിംഗ് ഗ്രേഡിയന്റ്. എന്താണ് മൊമെന്റം ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സ്റ്റീപ്പർ ദാൻ റൂളിംഗ് ഗ്രേഡിയന്റ്. നമ്മൾ റൂളിംഗ് ഗ്രേഡിയന്റിനെക്കാളും സ്റ്റീപ്പർ ആയിട്ടുള്ള ഒരു ഗ്രേഡിയന്റിനെയാണ് നമ്മൾ മൊമെന്റം ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊരു സെഷനിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് റൂളിംഗ് ഗ്രേഡിയന്റ് ആണ്. അതിനേക്കാളും സ്റ്റീപ്പർ ആയിട്ടുള്ള ഗ്രേഡിയന്റിനെയാണ് നമ്മൾ മൊമെന്റം ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. It can be overcome by a train because of the moment it gathers while running on the section. എന്താണ് ഒരു മൊമെന്റം ഗ്രേഡിയന്റ്? ഇതാണ് നമ്മുടെ മൊമെന്റം ഗ്രേഡിയന്റ് എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, ഈ ഒരു പെർട്ടിക്കുലർ ട്രെയിൻ ഈ ഒരു ഡിറക്ഷനിൽ ഓൾറെഡി അതൊരു മൊമെന്റം ഗെയിൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്. ആ ഒരു മൊമെന്റം തന്നെ കണ്ടിന്യൂസ് ചെയ്ത് അതിന് ആ ഒരു ടെറൈൻ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം, നമുക്കൊരു ഹില്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ തന്നെ ഓടി വരാൻ തുടങ്ങും. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിന് നമ്മൾ ഓടി വരാൻ തുടങ്ങും. ആ ഒരു മൊമെന്റം ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗ്രേഡിയന്റിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതിനെയാണ് മൊമെന്റം ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. പുഷർ ഗ്രേഡിയന്റ് എന്തായിരിക്കും? അപ്പം നമുക്കൊരു എക്സ്ട്രാ എൻജിൻ വേണ്ടി വരും. ആ ഒരു ഗ്രേഡിയന്റ് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ പുഷ് വേണ്ടി വരും. ഒരു എക്സ്ട്രാ എൻജിൻ ടു ഹോൾ ദി എൻജിൻ വേണ്ടി വരും. ആ ട്രെയിനിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ട്രെയിനെ നമുക്ക് ആ ഒരു ഗ്രേഡിയന്റ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എൻജിന്റെ ആവശ്യം വരും. എന്താണ് പുഷർ ഗ്രേഡിയന്റ്? when the gradient of the section is so steep as to necessitate the use of an extra engine for pushing the train. നമുക്ക് അവിടെ എന്ത് വേണ്ടി വരും? ഒരു എക്സ്ട്രാ എൻജിൻ വേണ്ടി വരും ആ ട്രെയിനിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ പുഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേഷൻ ആൻഡ് യാർഡ് എന്താണ്? നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റേഷൻസിലും യാർഡിലും ഒരു ചെറിയ നമ്മൾക്ക് വാട്ടറൊക്കെ ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രേഡിയന്റിനാണ് ഗ്രേഡിയന്റ് അറ്റ് സ്റ്റേഷൻ ആൻഡ് യാർഡ്. അല്ലെങ്കിൽ യാർഡ്സ് എന്താണ്? നമ്മൾ ട്രെയിൻ ഒരു പെർട്ടിക്കുലർ പോർഷൻ വരെ കൊണ്ടുവന്നിട്ട് നമുക്ക് അതെന്താണ് നമ്മളെ യാർഡിലോട്ട് എന്തെങ്കിലും റിപ്പയർ വർക്കിനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അവിടെ ഒരു ചെറിയ രീതിക്ക് ഒരു ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ട്രെയിൻ എന്താണ്? തനിയെ ആ ഗ്രേഡിയൻസിലൂടെ പാസ് ചെയ്ത് പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഗ്രേഡിയൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മാക്സിമം ഗ്രേഡിയന്റ് നമ്മൾ അലൗ ചെയ്യുന്നത് റൂളിംഗ് ഗ്രേഡിയന്റ് തന്നെയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒട്ടനവധി അവസരങ്ങളുമായി കേരള PS 3000 മുതൽ 5000 ഗേറ്റ് SSC IAS പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ്. ഈ കോഴ്സിൽ ഓരോ ചോദ്യങ്ങളും വിദഗ്ധ അധ്യാപകർ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നു. ദ കംപ്ലീറ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കോഴ്സ് ടോപ്പ് ഗിയർ.